നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ പല വിധത്തിലുള്ള മാനസിക വികാരങ്ങളിലൂടെ നാം കടന്നു പോകാറുണ്ട്. ദേഷ്യം, സങ്കടം, സന്തോഷം, പേടി, ആകുലത എന്നിങ്ങനെ. എന്നാൽ ചില ആളുകൾ ഒരു പ്രത്യേക തരം മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പെടുമ്പോഴോ ഒരു പ്രത്യേക വസ്തുവിനെ കാണുമ്പോഴോ അവർക്ക് പേടിയും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഞാൻ ജമീല, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ക്ലോസ്ട്രോഫോബിയ എന്നതിനെ കുറിച്ചാണ്. ലാറ്റിൻ വേർഡായ ക്ലോസ്ട്രോം, എ ഷട്ടൻ പ്ലേസ്. ഗ്രീക്ക് വേർഡായ ഫോബോസ്, പേടി, ഭയം. ഈ രണ്ട് വാക്കുകളിൽ നിന്നാണ് ക്ലോസ്ട്രോഫോബിയ എന്ന പദം ഉടലെടുക്കുന്നത്. ലോക ജനസംഖ്യയിൽ 5% മുതൽ 10% വരെ ഈ ക്ലോസ്ട്രോഫോബിയ ബാധിച്ചവരുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പലരും ഇതിനു വേണ്ടി ചികിത്സ തേടി പോകാറില്ല എന്നും പഠനങ്ങൾ പറയുന്നു. ക്ലോസ്ട്രോഫോബിയ ബാധിച്ച ആളുകളിൽ ഒരു പ്രത്യേക മാനസികാവസ്ഥയായിരിക്കും. ഒരു പ്രത്യേക സാഹചര്യങ്ങളിൽ പെടുമ്പോൾ അവർക്ക് വല്ലാത്ത മാനസികമായ ആങ്സൈറ്റിയും ഫിയറും ഭയവും ഒക്കെ അവർക്കുണ്ടാകുന്നു. ക്ലോസ്ട്രോഫോബിയയുള്ള ഒരാളുടെ കേസ് ഹിസ്റ്ററി ഒന്ന് നമുക്ക് പരിശോധിക്കാം. 55 വയസ്സുള്ള ഒരു ലേഡിയാണ്. മദറാണ്, ഗ്രാൻഡ് മദറാണ്. എല്ലാ കാര്യങ്ങളും അവൾ വളരെ ഭംഗിയായിട്ട് വീട്ടുകാര്യങ്ങൾ ചെയ്യും, കുട്ടികളുടെ കാര്യങ്ങൾ ചെയ്യും, എല്ലാം ഭംഗിയായി ചെയ്യും. പക്ഷെ അവർക്ക് വീട്ടിലെ റൂമിൽ പോലും മുറി അടച്ചിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റില്ല. അഥവാ കുട്ടികളൊക്കെ കളിക്കുന്നതിനിടയിൽ ഒന്ന് മുറി അടഞ്ഞു പോയാൽ അവർക്ക് ആകെ വെപ്രാളാണ്. ഉറങ്ങുമ്പോൾ പോലും അവര് മുറി ഡോറ് തുറന്നു വെച്ചിട്ടാണ് ഉറങ്ങാറ്. അഥവാ വല്ലവരും വന്ന് അടച്ചാൽ തന്നെ അവർക്ക് ജനവാതിലുകൾ നോക്കും, ജനവാതിൽ തുറന്നിട്ടുണ്ടോ എന്ന് നോക്കും, കുറ്റികളെല്ലാം തുറന്നു കിടക്കുകയാണോ എന്നൊക്കെ നോക്കും. അതായത് അഥവാ വാതിൽ അടഞ്ഞു പോയാൽ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്തെങ്കിലും ഉണ്ടോ എന്ന് അവര് അന്വേഷിക്കുകയാണ്. പക്ഷെ അവർക്കറിയാം ഈ വീട്ടില് ഈ റൂമില് എനിക്കൊന്നും സംഭവിക്കില്ല, പിന്നെ ഇവിടേക്ക് ആരും വരില്ല എന്നൊക്കെ അവർക്കറിയാം. പക്ഷെ ആ അവസ്ഥയെ നേരിടാൻ അവർക്ക് പേടിയാണ്. സത്യാവസ്ഥ എന്താണെന്ന് അവർക്കറിയാം. എന്നിട്ടും അവർക്ക് ആ അസ്വസ്ഥതകളെ, ആ പേടിയെ മറികടക്കാൻ അവർക്ക് കഴിയാതെ പോകുന്നു. പിന്നെ മാളുകളിൽ പോയാല് ലിഫ്റ്റ് കയറേണ്ടി വരും. ആ ലിഫ്റ്റ് കയറുന്ന അവസ്ഥ അവർക്ക് ചിന്തിക്കാനേ പറ്റില്ല. എങ്ങനെ ഞാൻ കയറും? പക്ഷെ അതിൽ കയറിയാൽ എല്ലാവരും കയറുന്നുണ്ട്, കുട്ടികൾ കയറുന്നുണ്ട്, ഹസ്ബൻഡ് കയറുന്നുണ്ട്. പക്ഷെ എനിക്കതിൽ കയറാൻ പറ്റില്ല. അഥവാ കയറിയാൽ ഞാൻ അതിൽ കുടുങ്ങിപ്പോയാലോ, പെട്ടെന്ന് കരണ്ട് പോയാലോ എന്നൊക്കെയുള്ള ചിന്തകൾ അവരെ അസ്വസ്ഥയാക്കുകയും ലിഫ്റ്റിൽ കയറാനുള്ള ആ സാഹചര്യം വരുമ്പോഴേക്കും അവരുടെ തൊണ്ടവരളും വിയർക്കും. ആകെ കൂടെ വല്ലാത്തൊരവസ്ഥയിലൂടെ അവർ കടന്നു പോകും. എല്ലാവരും ലിഫ്റ്റിൽ കയറിയാലും അവർ ലിഫ്റ്റിൽ കയറാതെ കോണിപ്പടികൾ കയറി പോകുകയാണ് പതിവെന്നാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ ഫ്ലൈറ്റിൽ കയറാൻ അവർക്ക് ഭയങ്കര പേടിയാണ്. അവരുടെ കുട്ടികളും മരുമക്കളും എല്ലാം ഗൾഫിലായതുകൊണ്ട് വർഷത്തിലോ 2 വർഷം കൂടുമ്പോഴൊക്കെ അവർക്ക് ഗൾഫിൽ പോകേണ്ടി വരും. ആ സമയത്ത് ആ ഗൾഫിൽ പോകാൻ ടിക്കറ്റൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാലും ആ സമയം മുതൽ അവർക്ക് ആകെ പോകണല്ലോ എന്ന്, ഫ്ലൈറ്റിൽ കയറണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അവരാകെ കൂടെ ഉരുകി കഴിയണമെന്നാ പറയാം. ആ സമയത്ത് ഒരു ഡോക്ടറെ കണ്ട് പോകുന്ന ആ ദിവസം അരമണിക്കൂർ മുമ്പേ ഒരു ഗുളിക കുടിക്കും. ആ ഗുളിക കുടിച്ചു കഴിഞ്ഞാല് ഫ്ലൈറ്റിൽ കയറിയ ഉടനെ തന്നെ ഞാൻ ഉറങ്ങിപ്പോകും. അത് എന്നിട്ട് അവിടെ എത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ഉണരുകയുള്ളൂ. അങ്ങനെ കൂടെ ഒരു അസ്വസ്ഥപ്പെട്ടാണ് അവർ പോകുന്നത്. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടെ ജനവാതിലുകളൊക്കെ ഉണ്ടോന്ന് നോക്കും, തുറന്ന് പോകാം, എന്തെങ്കിലും അപകടം പറ്റിയാൽ എനിക്ക് രക്ഷപ്പെടാനുള്ള വഴിയുണ്ടോ എന്നൊക്കെ ഞാൻ നോക്കി വെക്കും. അപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോകും എന്നവർ പറയുന്നു. അതേപോലെ അസുഖത്തിന് ഡോക്ടറെ കാണിക്കാൻ പോയാലോ കുട്ടികളെ കാണിക്കാൻ പോവുകയാണെങ്കിലോ ഒക്കെ ഡോക്ടറുടെ റൂമിന്റെ ഡോറ് അടക്കുന്നതും അവർക്ക് പേടിയാണ്. ഡോർ അടച്ചാല് ആ ഡോറിന്റെ മേലേക്ക് തന്നെ അവര് നോക്കി നിൽക്കും. അവർക്ക് പേടി. അത് ഡോക്ടറുടെ പരിശോധന കഴിയുന്നത് വരെ അവർക്ക് പേടിയാണെന്നാണ് പറയുന്നത്.
അപ്പം സിസ്റ്റർ ഡോറിന്റെ അടുത്തുണ്ടാവും. അപ്പൊ അവർക്ക് അല്പം സമാധാനം ഉണ്ടാകും. അപ്പൊ ആ സമയത്തൊക്കെ അവരനുഭവിക്കുന്ന ആ വെപ്രാളം കാണുമ്പം ചിലപ്പം കുട്ടികൾ കളിയാക്കും, ചിലപ്പം ഹസ്ബൻഡ് കളിയാക്കും. പക്ഷെ അതൊക്കെ പിന്നെ മറികടന്ന് പോകാൻ അവർക്ക് ഇതൊന്നും സംഭവിക്കില്ല, എനിക്കൊന്നും സംഭവിക്കില്ല, ഡോർ അടച്ചിട്ടാലും എല്ലാവരെയും പോലെ ഞാൻ സേഫ് ആണ് എന്നുള്ളതെല്ലാം അവർക്കറിയാം. പക്ഷെ എങ്കിലും ആ ചിന്തയെ, ആ അവസ്ഥയെ മറികടക്കാൻ അവർക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം ക്ലോസ്ട്രോഫോബിയ എന്നാല് ഒരു വസ്തുവിനോടോ ഒരു സ്ഥലത്തോടോ ഒരു സന്ദർഭത്തോടോ നേരിടുമ്പോൾ ഒരാൾക്ക് തോന്നുന്ന ഒരു അകാരണമായിട്ടുള്ള ഭയത്തെയാണ് ക്ലോസ്ട്രോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ അടച്ചിട്ട മുറിയിൽ ഇരിക്കാൻ പേടി, ഫ്ലൈറ്റിൽ കയറാൻ പേടി, എക്സ്കലേറ്ററിൽ കയറാൻ പേടി, ലിഫ്റ്റിൽ കയറാൻ പേടി, പിന്നെ ഗുഹകളിലൂടെ ടണലിലൂടെ പോകുവാനുള്ള പേടി, ഇതൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ അവർക്കറിയാം. ഈ ക്ലോസ്ട്രോഫോബിയ ബാധിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. ഇതൊക്കെ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, ഒരു പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല, എല്ലാവരെയും പോലെ തന്നെ ഞാനും സേഫ് ആണ് ഈ സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്നൊക്കെ അവർക്കറിയാം. എങ്കിലും ആ ചിന്ത, അവർക്ക് വരുന്ന ആ ചിന്തയെ മറികടക്കാൻ അവർക്ക് പറ്റുന്നില്ല. പട അസ്വസ്ഥതയുണ്ടാക്കുന്നു, അവര് വിയർക്കും, ശ്വാസം മന്ദഗതിയിലാകും, ഉറക്കം മന്ദഗതിയിലാകും, ഛർദിക്കാൻ വരും, മേലാശകലം വേദനയുണ്ടാകും. ഇതൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അപ്പൊ ഇത് പറഞ്ഞ് കേൾക്കുന്നവരെന്താ വിചാരിക്കാം, അവർക്ക് ചിലപ്പോ അവർ ചിരിക്കുകയായിരിക്കും, ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ, ഇതിന് പേടിയില്ലല്ലോ, നമ്മൾ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പലരും പറഞ്ഞ് ചിലപ്പോൾ തമാശയോടെ കളിയാക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഇത് അനുഭവിക്കുന്നവർക്കറിയാം ഇത് എത്രമാത്രം അസ്വസ്ഥമായ ഒരു മാനസികാവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് എന്ന്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയാവൂ. ക്ലോസ്ട്രോഫോബിയയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആ ഒരു സന്ദർഭത്തെ, ഒരു വ്യക്തി ഭയക്കുന്ന, പേടിക്കുന്ന ആ സന്ദർഭത്തെ നേരിടേണ്ടി വരുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന ശാരീരിക മാനസികമായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, തലകറക്കുണ്ടാകുന്നു, ഛർദി ഉണ്ടാകുന്നു, ശരീരം മൊത്തം വേദനയുണ്ടാകുന്നു, കൈകാലുകളെല്ലാം മരവിച്ച അവസ്ഥ പോലെ ഉണ്ടാകുന്നു, ഞാൻ മരിച്ചു പോകുമോ എന്നുള്ള ഭയം ഉണ്ടാകുന്നു, ബാത്റൂമിൽ പോകാൻ തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളിലൂടെയാണ് ഇവര് കടന്നു പോകുന്നത്. ഇത് ഈ അവസ്ഥയിൽ നിന്ന്, ആ സാഹചര്യത്തിൽ നിന്ന് മാറി ഏകദേശം ഒരു 10-15 മിനിറ്റ് വരെ മാത്രമേ ഈ അസ്വസ്ഥമായ മാനസികാവസ്ഥയിലൂടെ അവർക്ക് കടന്നു പോകേണ്ടി വരികയുള്ളൂ. അത് കഴിഞ്ഞാൽ അവര് നോർമൽ ആകുകയും ചെയ്യും. അപ്പം മറ്റുള്ളവര് പറയും, എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇങ്ങനെ ബേജാറാവണോ, ഞങ്ങളും നിങ്ങളെ പോലെ തന്നെയല്ലേ എന്നൊക്കെ പലരും ചോദിച്ചേക്കാം. പക്ഷെ അവര് കടന്നു പോകുന്ന ആ മാനസികാവസ്ഥ അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അവര് മരിക്കുമോ എന്ന് പോലും അവര് ചിന്തിച്ചു പോകുന്നുണ്ട്, ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. പക്ഷെ കാണുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു തമാശയായി തോന്നാം, വലിയ കാര്യമായിട്ടൊന്നും അത് എടുക്കണ്ടാവില്ല. ഭയം എന്നത് അപകടകരമായ ഒരു അവസ്ഥയിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കുവാനുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഭയം. എന്നാൽ അമിതമായ ഭയം മൂലം ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാകുന്നു, ശരീരം തളരുന്ന ഒരു അവസ്ഥയാണ് ഫോബിയ എന്ന് പറയുന്നത്. ഇത് ദൈനംദിന ജീവിതത്തിൽ ഇത്തരം ക്ലോസ്ട്രോഫോബിയ ബാധിച്ച ആളുകളിൽ ആണെങ്കിലും മറ്റു ഫോബിയകളുള്ള ആളുകളിലാണെങ്കിലും അവരുടെ ദൈനംദിന ജീവിതത്തെ ഇത് വല്ലാതെ ബാധിക്കുന്നുവെങ്കിൽ ഇതിന് ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ ആവശ്യമാണ്. CBTയിലൂടെയും, അതായത് കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, എക്സ്പോഷർ തെറാപ്പി, മറ്റെന്തെങ്കിലും മെഡിസിൻ ആവശ്യമുണ്ടെങ്കിലും മെഡിക്കേഷനും ഒക്കെ ഇതിന് ആവശ്യമാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരുവിധം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇത് ഒരുതരം ആൻസൈറ്റി ഡിസോർഡർ ആണ്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിയോളജിക്കൽ സിറ്റുവേഷനിലൂടെ അപകടകരമായിട്ടുള്ള, ഭയാനകരമായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിലൂടെ കുട്ടിക്കാലത്ത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഇത്തരത്തിലുള്ള ഡിസോർഡറിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാം. ടേക്ക് കെയർ.